ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗാർലിക് ചിക്കനാണ്. ഒരു ചൈനീസ് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. നോക്കിയാലോ. ചിക്കൻ 1 കിലോ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, വിനാഗിരി 1 സ്പൂൺ, ഇല്ലെങ്കിൽ ലൈം ജ്യൂസ് 1 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ, 1 സ്പൂൺ വെളുത്തുള്ളി അരച്ചത്, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 വലിയ സ്പൂൺ കോൺഫ്ലവർ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എടുക്കണേ. എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതൊരു 10 മിനിറ്റോളം അടച്ച് വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനേ. ഇടയ്ക്കൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഫ്ലെയിം ഈ സമയം നല്ല കുറച്ച് വേണം വയ്ക്കാൻ. കുറച്ച് നേരം കൂടി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിങ്ങ് എടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് അതേ എണ്ണയിൽ തന്നെ ഒരു 4 സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1-2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ചേർത്ത് വെളുത്തുള്ളിയുടെ നിറം മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 സ്പൂൺ സോയാ സോസും, ടൊമാറ്റോ സോസ് 1 സ്പൂൺ, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1.25 കപ്പ് ചൂടുവെള്ളം ചേർക്കുക. ഇതിലേക്ക് അവസാനമായിട്ട് 1/4 കപ്പ് വെള്ളത്തിൽ 1 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കലക്കിയതാണ്. കോൺഫ്ലവർ സ്ലറി എന്ന് പറയും. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം ഉപ്പും മധുരവും പുളിയും എല്ലാം ചേർന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിനുള്ളത്. ഇനി നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുക്കാം. സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ ഗാർലിക് ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇതൊരു ചൈനീസ് സ്റ്റൈലിലുള്ള ഗാർലിക് ചിക്കനാണ്. പൊറോട്ടയ്ക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.